ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. സമയം ഇപ്പോൾ ഒരു 4:30-5 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. അസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ 2 ഗ്ലാസ് കട്ടൻ ചായ വെക്കുകട്ടോ ചെയ്ത് ഇക്കാക്കും എനിക്കുള്ളത്. ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറണമെങ്കിൽ കട്ടൻ ചായ കുടിച്ചാലോ കേട്ടോ പറ്റുള്ളൂ. പിന്നെ ഞാനിതാ ഇക്കാക്ക് കൊണ്ടുകൊടുത്തിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ഇക്കത് പാല് മേടിക്കാൻ മറന്നിട്ട് വന്നിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഇക്കാക്കൊന്ന് കട്ടൻ ചായനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. മഴ വരുന്ന പോലെ ഉണ്ട്. പിന്നെ ഇതാ കുറച്ച് വിറകൊക്കെ ഒന്ന് ഉണക്കാനിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഒന്ന് വാരി വെക്കണം. കോഴിയും കുട്ടികളും കൂടെ സിറ്റ് ഔട്ടിൽ കയറി നിൽക്കണം. വന്നിട്ട് ഇക്ക അതിനൊക്കെ ആട്ടി വിടണം കേട്ടോ. പിന്നെ ഞാനിതാ വിറകൊക്കെ വാരി വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. വൈകുന്നേരത്തേക്കുള്ള ചോറും കറിയൊന്നും വെക്കണ്ട കേട്ടോ. വൈകുന്നേരത്തേക്കുള്ള ചോറും കറിയൊക്കെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ വെക്കുക കേട്ടോ ചെയ്യാം. എനിക്ക് കാലത്ത് ഉച്ചയ്ക്കൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഉറങ്ങി വെച്ചിട്ടാട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. ഇത് മക്കൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ. ഇവിടെ അടുത്തുനിന്ന് തന്നെ നല്ല നാടൻ പച്ചക്കറി വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ അവർ. അത് മേടിച്ചിട്ട് വന്നിക്കുകയാണ്. ഞാനത് കൊട്ടി നോക്കുകയാണ് കേട്ടോ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഞാനതിനെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് കവറിലാക്കാണ് കേട്ടോ. വെണ്ടയ്ക്കയും പയറും ചിരങ്ങയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഞാനിതാ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. നാളെ 10 കിലോ ഉള്ളിയും കട്ട് ചെയ്യണം, സ്നാക്സിനുള്ളതും വേണം, പിന്നെ തേങ്ങയും കട്ട് ചെയ്യണം കേട്ടോ. സ്നാക്സിനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാനിതാ ആ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. കഴുകാനുള്ള പാത്രങ്ങൾ ഞാൻ അപ്പം തന്നെ കഴുകി വെക്കുക കേട്ടോ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ നല്ലൊരു പണിയായിരിക്കും. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ഞാനിത് ആ തേങ്ങനൊക്കെ ഒന്ന് ഉടച്ച് അതൊന്ന് പൂണ്ട് കട്ട് ചെയ്യണം കേട്ടോ. തേങ്ങനൊക്കെ പൂണ്ട് കട്ട് ചെയ്യാൻ പോകുമ്പോഴേക്ക് പിന്നെ ഇക്ക വന്നപ്പോൾ ഇക്ക പറഞ്ഞു കേട്ടോ ഞാൻ കട്ട് ചെയ്ത് തരാം, നീ വേറെ എന്തെങ്കിലും പണി നോക്കിക്കോന്ന്. അങ്ങനെ ഇക്ക അതിനെ മേടിച്ച് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് പണി ഉണ്ടെങ്കിലും ഇക്ക ഉണ്ടെങ്കിൽ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ സ്നാക്സ് ഉണ്ടാക്കാൻ പാത്രമൊക്കെ ഇതാ കഴുകി എടുക്കുകയാണ്. പിന്നെ ഇത് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. സ്നാക്സ് ഉണ്ടാക്കാൻ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് കൂടുതൽ മൈദയും കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് സോഡാപ്പൊടി, കുറച്ച് തൈര്, ഇനി അതിലോട്ട് സബോള കട്ട് ചെയ്ത്, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിയില, അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടി കുറച്ച് ലൂസിലൊന്ന് കുഴച്ചെടുക്കുകയാണ്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്കുള്ളൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുകയാണ്. നാളെ 10 കിലോ ഉള്ളിനൊക്കെ ഞാനിതാ കട്ട് ചെയ്തിട്ട് ഡപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ തേങ്ങനൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതിനും കൂടി ഡപ്പിയിലാക്കിയിട്ട് ഞാനിതാ അതിനെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ചമ്മന്തിനും കൂടി ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാനിത് ആ സ്നാക്സും കൂടെ അങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ്. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നാലാട്ടോ നമ്മുടെ സ്നാക്സ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിത് ആ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് മാവ് അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. വടൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് റസ്ക് പൊടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഫുള്ളും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. എന്താ ഉണ്ടാക്കണേ? സ്പെഷ്യൽ വട. ആ, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 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 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചി
എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് ഒക്കെ കരിഞ്ഞു പോകുള്ളൂ. തിരിച്ച് മറിച്ചിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കാം. പുറത്ത് നല്ല ഇടി പൊട്ടി മഴ പെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ മോൻ വന്നിട്ട് അവനിതാ എടുത്തു കൊണ്ടുപോയിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാനേ ഉള്ളൂ കേട്ടോ, ഞാൻ കട്ടൻ ചായക്ക് വെച്ചിട്ട് ഇതാ കഴിക്കാൻ പോവുകയാണ്. ഇക്കെല്ലാം പുറത്ത് പോയിരിക്കുകയാണ്. പിന്നെ ഇതാ അവർക്കുള്ളത് അങ്ങോട്ട് കൊടുത്ത് വിടുകയാണ് കേട്ടോ. ഷായിന് വന്നിട്ട് ഇതാ അതൊക്കെ മേടിച്ചിട്ട് പോവുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതാ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരും. എല്ലാ കൂട്ടുകാർക്കും ബൈ.